ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സമ്പത്ത് ഇല്ലാതാകുന്നതിനു മുന്നേ ഈ വീഡിയോ കാണുക. പണപ്പെരുപ്പത്തിന്റെ ഞെട്ടിക്കുന്ന വസ്തുതകൾ. ഒരു കാലത്ത് 1 കോടി എന്നാൽ വലിയ തുകയായിരുന്നു. എന്നാൽ ഇന്ന് പണപ്പെരുപ്പം എന്ന ഭീമൻ ഈ തുകയുടെ മൂല്യം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 2050 ആകുമ്പോഴേക്കും ഇന്നത്തെ 1 കോടി രൂപയുടെ മൂല്യം 17.41 ലക്ഷമായി ചുരുങ്ങുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പണപ്പെരുപ്പം എന്താണ്? പണപ്പെരുപ്പം എന്നത് സാധാരണ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും വില കാലക്രമേണ കൂടുന്ന പ്രതിഭാസമാണ്. ഇതിന്റെ ഫലമായി നിങ്ങളുടെ പണം കൊണ്ട് ഇന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ചേ നാളെ വാങ്ങാൻ കഴിയൂ. ഒരു ഉദാഹരണം: 20 വർഷം മുമ്പ് 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനത്തിന് ഇന്ന് എത്ര രൂപ വില വന്നു? തീർച്ചയായും 100 രൂപയിൽ കൂടുതൽ. ഇതാണ് പണപ്പെരുപ്പം. ഇന്ത്യയിലെ സ്ഥിതി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യയിൽ ശരാശരി 5 മുതൽ 6% വരെ നിരക്കിൽ പണപ്പെരുപ്പം ഉണ്ടായിട്ടുണ്ട്. ഈ നിരക്ക് തുടർന്നാൽ 2050 1 കോടിയുടെ മൂല്യം വളരെ കുറവായിരിക്കും. 10 വർഷത്തിനുള്ളിൽ 20 വർഷത്തിനുള്ളിൽ 2050 10 വർഷത്തിനുള്ളിൽ 1 കോടി രൂപ ഏകദേശം 55.84 ലക്ഷമായി ചുരുങ്ങും. 20 വർഷത്തിനുള്ളിൽ 31.18 ലക്ഷമായി ചുരുങ്ങും. 2050 17.41 ലക്ഷമായി ചുരുങ്ങും. വാങ്ങൽ ശേഷിയിലുണ്ടാകുന്ന മാറ്റം. 1950 10 ഗ്രാം സ്വർണം 99 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് 78,000 രൂപയായി. അന്ന് 200 രൂപ സമ്പാദിച്ചിരുന്ന ഒരാൾ ഇന്ന് 1.5 ലക്ഷം രൂപ സമ്പാദിച്ചാലേ അതേ ജീവിത നിലവാരം നിലനിർത്താൻ കഴിയൂ. നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ നിക്ഷേപം. പണത്തെ നിശ്ചലമായി വയ്ക്കരുത്. സ്വർണം, ഓഹരി, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയിൽ നിക്ഷേപിച്ച് പണപ്പെരുപ്പത്തെ തോൽപ്പിക്കാം. ബജറ്റ്. ചെലവുകൾ നിയന്ത്രിക്കുകയും അധിക പണം ലാഭിക്കുകയും ചെയ്യുക. ധനസാമ്രാജ്യം. ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുക. പണപ്പെരുപ്പം ഒരു വലിയ ഭീഷണിയാണ്. നിങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ഇന്ന് തന്നെ തുടങ്ങുക. ഭാവി തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുന്ന പണം സുരക്ഷിതമാക്കുക. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നാണ്. എന്നാൽ ധനകാര്യ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ധനകാര്യ ഉപദേഷ്ടാവിനെ സമീപിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.